നമസ്കാരം ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഫോർട്ട് കൊച്ചി വരെ പോകട്ടോ. അപ്പോൾ നമ്മൾ കുണ്ടന്നൂർ റോഡിന് പകരം നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് MG റോഡ് വഴിയാണ് നമ്മളീ പോണത്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട ബ്ലോക്കുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ബഹളം ഭയങ്കര കേട്ടോ. അത് ഈ കണ്ടില്ലേ, ഒരു തേങ്ങയില്ല, അയാളെ ചുമ്മാ അങ്ങ് കയറി പോവുക. അപ്പോൾ ഈ വഴി വരുമ്പോൾ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകാരനാട്ടോ. പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് ഒരുമാതിരി ഓട്ടോക്കാരെ കൊണ്ടുവന്ന പോകുന്ന ഇവര് സാധനം കൊണ്ടുപോകുന്നത്. ഓട്ടോ ചെറുതാന്നൊക്കെ പിന്നെയും പറയാം, പക്ഷേ ഈ സാധനം ഇത്രയും വലിയ ബസ്സല്ല. ഇത് ഈ ഓട്ടോ കൊണ്ടുപോകണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം. തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയി അവർക്കൊന്നും പോയില്ല എന്നുള്ള രീതി കേട്ടോ ശരിക്കും ഇവർ കാണിക്കുന്നത്. അങ്ങനെ ആ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പം ഏകദേശം താജ് എത്താറായിട്ടോ. താജിൻ്റെ മുമ്പിലെത്തി. അതെ, നമ്മൾ പതുക്കെ താജിലോട്ട് കയറാൻ പോണേണ്. ആ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. അതുമാതിരി ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു ആശ്വാസം കണ്ടത്. ഇപ്പോൾ അതേ താജിൻ്റെ ഗേറ്റ് എത്തി. താജ്മഹൽ ബാർ. അങ്ങനെ അത് ഞാൻ താജിൻ്റെ ഉള്ളിൽ കയറി. ഇനിയിപ്പോൾ വണ്ടി എവിടെയെങ്കിലും ഇട്ടിട്ട് പോയി പരിപാടി അറ്റൻഡ് ചെയ്യണം. പിന്നെ വണ്ടി ഇടാൻ പറ്റിയ സ്ഥലം ഫ്രണ്ടിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഒന്ന് വണ്ടി ഇടാം. മൊത്തം ടാക്സി വണ്ടികളാട്ടോ. നമ്മുടെ ഈ താജിൻ്റെ ടാക്സികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താജിൻ്റെ ടാക്സി ഫുള്ളും നമ്മുടെ ടാറ്റ സഫാരിയാണ്. നല്ല റേറ്റ് ഉണ്ടാവുമായിരിക്കും അല്ലേ? ടാറ്റ സഫാരിയാണ് അവരുടെ വണ്ടി. പക്ഷേ ടാക്സിക്കാരൊക്കെ പാവങ്ങളാട്ടോ. ഇതെല്ലാവരും ഈ പുരി വെയിലത്ത് കിടക്കാണ്. പാവം, അവർക്ക് റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഇവിടെ ഇങ്ങനെ കിടക്കണം. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഞാനിപ്പോൾ എന്തെങ്കിലും താജി കയറാൻ പോകും. അപ്പോൾ പിന്നെ എന്തെങ്കിലും അപ്പോൾ നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി കേട്ടോ. ഇപ്പോൾ ഫോർട്ട് കൊച്ചി എവിടെയെങ്കിലും പോയി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പോകണം. ഞാനിപ്പോൾ വന്നത് നമ്മുടെ താജ് മലബാറിലേക്കാണ്. അവിടെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിപ്പോൾ തിരിച്ചു വേണ്ടിക്കാം. തിരിച്ചു പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കടകളൊക്കെ വളരെ കുറവാട്ടോ. വലിയ കടകളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു കടകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് തെരഞ്ഞു പിടിക്കണം. ഇവിടെ എല്ലാ ജംഗ്ഷനിലൊന്നും കടകളില്ല, ചില ജംഗ്ഷനിലൊക്കെ കടകളുള്ളൂ. അപ്പോൾ ഒരു കട തപ്പി ഇറങ്ങിയാണ്. എന്തായാലും ഒരു തണുത്ത വെള്ളം മേടിക്കണം. തണുത്ത വെള്ളം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. കിട്ടൂല്ലേ എന്ന് നമുക്കിപ്പോൾ കണ്ടറിയണം. ഞാൻ ഇപ്പോൾ ഇങ്ങാടേക്ക് വരുന്ന വഴിക്ക് ഞാനൊരു കട കണ്ടതാണ്, പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ കിട്ടി, കട കിട്ടി. ഇവിടെ നിന്ന് എന്തായാലും വെള്ളം മേടിച്ചിട്ട് പോവാം. അങ്ങനെ അവിടെ കുടിക്കാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ സ്പ്രൈറ്റ് മാത്രമാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ മറ്റേ കുപ്പിയിൽ വെക്കണ സോഡയൊക്കെ. പക്ഷെ അത് കുടിക്കാനായിട്ട് നമുക്ക് അത്ര ഒരു ട്രസ്റ്റ് പോരാ. അതുകൊണ്ട് അത് മേടിച്ചില്ല. പകരം ഒരു ചെറിയ സ്പ്രൈറ്റ് മേടിച്ചു. അൺഹെൽത്തിയാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് കുടിച്ചേ പറ്റും. ഇതൊക്കെ ഇവിടെ എന്തോ ലോഡിങ് ചെയ്യുന്നെന്തോ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ റൈറ്റ് സൈഡിലൊക്കെ നമ്മുടെ ഈ ലക്ഷദ്വീപിലേക്കൊക്കെ പോകുന്ന ഷിപ്പ് വരുന്ന സ്ഥലം. സാഗരിക പോർട്ട്, പിന്നെ ലക്ഷദ്വീപ് വാർഫ് പോർട്ടൊക്കെ ഇവിടെ തന്നെയാണ്. അതും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് മുന്നോട്ട് വേണ്ടിയിരിക്കുക. പിന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലാട്ടോ നമ്മുടെ പഴയ ഫോർട്ട് കൊച്ചി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം അതിപ്പോൾ അബാൻഡൻഡ് ആയിട്ട് കിടക്കുകയാണ്. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മേ ബി അത് ഓണായേക്കാം. അത് ഓണായിക്കഴിഞ്ഞുണ്ടല്ലോ ടൂറിസം നല്ല രീതിയിൽ ഡെവലപ്പ് ആവും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇത് ഇപ്പോഴും അബാൻഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഇപ്പം അവിടെ കാടൊക്കെ പിടിച്ച് മൊത്തത്തിൽ സീനായിട്ട് കിടക്കണയാണ്.
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാനൊരു ആ വെള്ളം മേടിച്ചിട്ട് ഞാൻ പിന്നെയും തിരിച്ച് ചെന്ന് താജി കയറാൻ പോകും. താജി കയറി അവിടുത്തെ പരിപാടിയൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. അതാണ് പരിപാടി. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടം വരെ വണ്ടിയായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് പിന്നെയും താജിയിൽ ചെന്ന് കയറാൻ പോവാം, അവിടെ ചെന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഞാൻ എൻ്റെ വീട് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന്, അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഫോർട്ട് കൊച്ചി വരെയുള്ള വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ വന്നാൽ, പക്ഷേ പാതിക്ക് വെച്ച് നല്ല രീതിയിലുള്ള മഴ പെയ്തു. അതുകൊണ്ട് വീഡിയോസൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. കാരണം നമ്മൾ ഈ വൈപ്പർ ഓൺ ആക്കുമ്പോഴേ ക്യാമറയുടെ ഫോക്കസ് പോവാം, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പം മഴയൊക്കെ ഒന്ന് പോയി മൊത്തത്തിൽ സെറ്റായിരിക്കണ സമയത്ത് ഒന്ന് വന്നാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.